ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പൊറോട്ട നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരം തന്നെയാണ്. നാം എല്ലാവരും, അത് കൊച്ചു കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഒരെണ്ണമെങ്കിലും ഒന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ നാം ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. എന്നാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടവും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചീത്തപ്പേരും കേട്ടിട്ടുള്ള മറ്റൊരു പലഹാരം ഇല്ല തന്നെ. എന്താണ് പൊറോട്ട? എങ്ങനെയാണ് ഇത് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ടതായത്? ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് നമുക്കിന്ന് നോക്കാം. പൊറോട്ട കേരളത്തിലേക്ക് എത്തിയത് തമിഴ്നാട് വഴിയാണ്. അതായത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലുള്ള അവിടുത്തെ തുറമുഖം നിർമ്മാണത്തിനെത്തിയ ശ്രീലങ്കയിലുള്ള തൊഴിലാളികളാണ് ഇന്ത്യയിലേക്ക് പൊറോട്ട എന്ന് പറയുന്ന പലഹാരത്തെ ആദ്യം കൊണ്ടുവരുന്നത്. തൂത്തുക്കുടിയിൽ നിന്നും അത് ക്രമേണ തമിഴ്നാട്ടിലും അവിടെ നിന്ന് കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് ഹൈദരാബാദിലേക്കും കർണാടകയിലേക്കും വ്യാപിച്ചു. അങ്ങനെ തെക്കേ ഇന്ത്യയുടെ പ്രിയപ്പെട്ട വിഭവമായിട്ട് പൊറോട്ട മാറിക്കഴിഞ്ഞു. നോർത്ത് ഇന്ത്യയിൽ പറാത്ത എന്ന പേരിൽ ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമുണ്ട്. എന്നാൽ അത് മൈദ കൊണ്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന പൊറോട്ടയായിട്ട് അതിന് വലിയ സാമ്യമൊന്നുമില്ല. പൊറോട്ടയുടെ പല രൂപഭേദങ്ങൾ ഇന്ന് ലഭ്യമാണ്. കൊത്തു പൊറോട്ട, വീശു പൊറോട്ട, പൊരിച്ച പൊറോട്ട എന്നിങ്ങ് തുടങ്ങി പല തരത്തിലുള്ള പൊറോട്ട വിഭവങ്ങൾ നമ്മുടെ മലയാളികൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് പൊറോട്ട? പൊറോട്ട എന്തുകൊണ്ടാണ് ഇത്രയും ചീത്തപ്പേര് കിട്ടിയത് എന്ന് നോക്കാം. ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നോക്കാം. മൈദ ഉപയോഗിച്ചാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. മൈദ മാത്രമല്ല, അതിനകത്ത് മുട്ട ചേർക്കുന്നുണ്ട്, എണ്ണ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ മൈദയുടെയും മുട്ടയുടെയും എണ്ണയുടെയും ഒരു കോമ്പിനേഷനാണ് നാം പൊറോട്ട ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. മൈദ നിങ്ങൾക്കറിയാം, ഗോതമ്പ് പ്രോസസ്സ് ചെയ്ത് അതിനകത്തുള്ള തവിടും മറ്റു എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസും എല്ലാം മാറ്റി വേർതിരിച്ച് വെളുപ്പിച്ച് എടുക്കുന്ന ഒരു വസ്തുവാണ് മൈദ. ഈ മൈദയിൽ ഇത് വെളുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബെൻസൈൽ പെറോക്സൈഡ് ഉണ്ട്. ഈ വെളുത്ത പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് തന്നെ അതിനകത്ത് അലോക്സാൻ എന്ന് പറയുന്ന കെമിക്കൽ ചേർന്നിട്ടാണ്. എന്തുകൊണ്ട് ഇത് കഴിക്കരുത്? കാരണം അലോക്സാൻ എലികളിൽ കുത്തിവെച്ച് അത് പ്രമേഹ രോഗം ഉണ്ടാക്കാൻ ആയി ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ മൈദ കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹ രോഗം ഉണ്ടാകും എന്നിങ്ങനെ പല തരത്തിലുള്ള പ്രചരണങ്ങൾ മൈദയ്ക്കെതിരെയുണ്ട്. എന്നാൽ ഇതിനകത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മൈദയ്ക്കെതിരെ പ്രചരണം നടത്തുന്നവർ എല്ലാവരും പൊറോട്ടയെ കുറ്റം പറയുന്നുണ്ട്. എന്നാൽ മൈദ ഉപയോഗിച്ചാണ് കേരളത്തിലുള്ള ഒട്ടുമിക്ക പലഹാരങ്ങളും ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം വളരെ സൗകര്യപൂർവ്വം മറന്നുപോവുകയാണ്. അതായത് നാം എല്ലാവരും ഉപയോഗിക്കുന്ന ബ്രെഡ്, കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ബിസ്ക്കറ്റ്, മറ്റു കുട്ടികൾക്ക് 5 രൂപയ്ക്ക് കിട്ടുന്ന ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ബേക്കറിയിലുള്ള സകല പലഹാരങ്ങളും എല്ലാം തന്നെ മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വൈകുന്നേരം ഒരു സ്നാക്സായി പപ്സ് കഴിച്ചാലോ, പ്രവാസികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന കുബൂസോ എല്ലാം തന്നെ മൈദ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. എന്നാൽ ഇതിനെ ഒന്നും ഇല്ലാത്ത ചീത്തപ്പേരാണ് പൊറോട്ടയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അലോക്സാൻ എന്ന് പറയുന്നത് ഗോതമ്പ് കുറച്ച് നാം ചാക്കിൽ കെട്ടി വച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരു വെളുത്ത പൊടി ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഗോതമ്പ് ഉളുത്തു തുടങ്ങിയാൽ തന്നെ അതിനകത്ത് അലോക്സാൻ എന്ന് പറയുന്ന കെമിക്കൽ ഫോം ചെയ്യുന്നുണ്ട്. അലോക്സാൻ അത്ര അപകടകാരി അല്ല. അത് വളരെ ഉയർന്ന അളവിൽ എലികൾക്ക് കുത്തിവെക്കുമ്പോഴാണ് അത് പ്രമേഹ രോഗത്തിലേക്ക് പോകുന്നത്. ചെറിയ അളവിൽ അത് വിഷകരമല്ല എന്നർത്ഥം. അതുമാത്രമല്ല, നാം ഇതിനെ വെളുപ്പിക്കാനായി, അതായത് മഞ്ഞ നിറത്തിലുള്ള മൈദയെ വെളുപ്പിക്കാനായി ബെൻസൈൽ പെറോക്സൈഡ് എന്ന രാസവസ്തു ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അറിയേണ്ട മറ്റൊരു കാര്യം, ബെൻസൈൽ പെറോക്സൈഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ മൈദയിൽ ബെൻസൈൽ പെറോക്സൈഡ് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, അത് ചൂടാക്കുമ്പോൾ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ മാത്രമാണ്. അതായത് നാം മൈദ എടുത്ത് ഏതെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കിയാൽ അതിനകത്ത് ബെൻസൈൽ പെറോക്സൈഡ് അടങ്ങിയിട്ടില്ല. അതിനാൽ അലോക്സാനും ബെൻസൈൽ പെറോക്സൈഡുമാണ് ഏറ്റവും വലിയ വിഷം, അത് മനുഷ്യർക്ക് കുഴപ്പം ചെയ്യുന്നു എന്നുള്ള പ്രചരണത്തിൽ വലിയ അടിസ്ഥാനം ഒന്നും ഇല്ല. എന്നാൽ മൈദ നാം പൊറോട്ടയായി ഉപയോഗിക്കുന്നതിൽ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. തീർച്ചയായും അത് സാധാരണക്കാരുടെ ഏറ്റവും പെട്ടെന്ന് വയറ് നിറയ്ക്കുന്ന ഒരു ഭക്ഷണം തന്നെയാണ്. കാരണം ഇതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ടവന്റെ ദേശീയ ഭക്ഷണമായി കേരളത്തിൽ അത് മാറാൻ കാരണവും അതിൻ്റെ ഈ ഒരു ഗുണം കൊണ്ട് തന്നെയാണ്. കാരണം രാവിലെ ഒരു 2 പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ അവന് ഉച്ചവരെ നന്നായി ജോലി ചെയ്യാൻ സാധിക്കും. ഒരു പൊറോട്ടയ്ക്ക് ഏതാണ്ട് 139 കിലോ കാലറി എനർജി അതിനകത്തുണ്ട്. 139 കിലോ കാലറി എന്ന് പറയുമ്പോൾ അത് വലിയ കൂടുതലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ഇഡ്ഡലിക്ക് 60 കിലോ കാലറിയാണ് എനർജി. ഇഡ്ഡലി ഒരു ദോശയാക്കി മാറ്റിയാലോ ഒരു സാധാ ദോശയ്ക്ക് ഏതാണ്ട് 120 കിലോ കാലറി വരെ എനർജി ഉണ്ട്. ഒരു ചപ്പാത്തിക്കാണെങ്കിൽ 110 മുതൽ 120 കിലോ കാലറി വരെ എനർജി ഉണ്ട്. അതിനകത്ത് നാം കൂടുതൽ എണ്ണ ഉപയോഗിച്ചാൽ അതിനുള്ള കിലോ കാലറി വീണ്ടും വർദ്ധിക്കും. അതായത്
120 കിലോ കാലറി വരെയുള്ള സാധാരണ പലഹാരങ്ങൾ നാം ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ അല്പം കൂടുതൽ 139 കിലോ കാലറി മാത്രമാണ് ഒരു പൊറോട്ടയിൽ അടങ്ങിയിട്ടുള്ള എനർജി എന്ന് പറയുന്നത്. പൊറോട്ടയ്ക്കെതിരെ നാം ശക്തമായി പ്രതികരിക്കുമ്പോൾ നാം മനഃപൂർവ്വം മറന്നുകൊണ്ട് ഇഷ്ടത്തോടുകൂടി കഴിക്കുന്ന മറ്റു 2 വിഭവങ്ങളുണ്ട്. അരിപ്പുട്ട്, അപ്പം, അതായത് നമ്മുടെ വെള്ളയപ്പം. അതായത് ഇവയ്ക്കെല്ലാം തന്നെ മൈദ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പൊറോട്ട പോലെ തന്നെ ദോഷകരമായ വശമുണ്ട്. കാരണം പൊറോട്ടയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് ശരീരത്തിന് ആവശ്യമായ യാതൊരു മിനറലുകളോ വൈറ്റമിനുകളോ അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതിനകത്ത് പ്രോട്ടീനും അടങ്ങിയിട്ടില്ല. ഇതാണ് മൈദ കൊണ്ടുള്ള പൊറോട്ടയുടെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്. നാം ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് എനർജി മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മിനറലുകളോ പ്രോട്ടീനുകളോ നൽകാൻ സാധിക്കുന്നതായിരിക്കണം. എന്നാൽ മൈദയ്ക്ക് എനർജി മാത്രമേ ഉള്ളൂ. എനർജി മാത്രമല്ല, അതിനുള്ളിൽ നമ്മുടെ ശരീരത്തിന് അത്ര ആവശ്യമില്ലാത്ത 9 ഗ്രാം കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ, അതായത് മറ്റ് ഭക്ഷണങ്ങൾ ഉപയോഗിക്കുമ്പോൾ, നാം ഇഡ്ഡലി ആണെങ്കിലോ ദോശയാണെങ്കിലോ ഉപയോഗിക്കുമ്പോൾ അതിനുള്ളിൽ ഉഴുന്നടങ്ങിയിട്ടുണ്ട്. ഉഴുന്ന് പ്രോട്ടീനാണ്. എന്നാൽ മൈദയ്ക്കുള്ളിൽ മറ്റൊന്നുമില്ല, എനർജി മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് മാത്രമല്ല, പൊറോട്ടയ്ക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ ഉയർന്ന അളവിലാണുള്ളത്. അതായത് നാം ഒരു ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്ന വാല്യൂ ആണ് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് കണക്ക് കൂട്ടുന്നത്. പൊറോട്ടയ്ക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ്. കാരണം ഇതിനുള്ളിൽ വേറെ ദഹിപ്പിക്കാനുള്ള ഫൈബറുകൾ ഇല്ലാത്തതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ദഹിച്ച് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെള്ള അരി കൊണ്ടുണ്ടാക്കുന്ന നമ്മുടെ സാധാരണ പലഹാരങ്ങളും ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉയർന്നവ തന്നെയാണ്. അതായത് നാം കഴിക്കുന്ന ദോശ, അരി കൊണ്ടുണ്ടാക്കിയ ദോശയിലും ഇഡ്ഡലിയും എല്ലാം തന്നെ ഉയർന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉണ്ട്. അപ്പവും പുട്ടുമെല്ലാം തന്നെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് നാം കുറ്റം പറയുമ്പോൾ പൊറോട്ട മാത്രമല്ല, അപ്പവും അരിപ്പുട്ടും എല്ലാം ആ കാറ്റഗറിയിൽ വരും എന്നർത്ഥം. എന്നാൽ മൈദയ്ക്ക് കൊണ്ടുണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് മറ്റു ചില പ്രശ്നങ്ങൾ കൂടെയുണ്ട്. പൊറോട്ട ഉണ്ടാക്കുന്നത് നിങ്ങൾ ഹോട്ടലിൽ പോയി നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് പെട്ടെന്ന് കേടാകാതിരിക്കാൻ ഇതിനകത്ത് എണ്ണ ഉപയോഗിച്ചല്ല കുഴയ്ക്കുന്നത്, പല സ്ഥലങ്ങളിലും വനസ്പതി ഉപയോഗിച്ച് കുഴയ്ക്കുന്നുണ്ട്. വനസ്പതി എന്ന് പറഞ്ഞാൽ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ. അതായത് നമ്മുടെ വെളിച്ചെണ്ണ പോലുള്ള വെജിറ്റബിൾ ഓയിലുകളിൽ ഹൈഡ്രജൻ അയോൺസ് ആഡ് ചെയ്തിട്ടാണ് ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുന്നത്. വളരെ അപകടകാരി, അതായത് നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും അപകടകാരി എന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. പൊറോട്ടയ്ക്ക് കൂടുതൽ മയം കിട്ടുന്നതിനും ഇത് കൂടുതൽ സമയം കേടാകാതിരിക്കുന്നതിനും വേണ്ടി വനസ്പതി ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതാണ് ഇതിനെ കൂടുതൽ അപകടകാരിയാക്കി മാറ്റുന്നത്. ഇത് മാത്രമല്ല, നാം ഒരു 3 പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഏതാണ്ട് 400 കിലോ കാലറി എനർജി അത് ലെവലായി കഴിയും. എന്നാൽ ഇത് മാത്രമല്ല നാം കഴിക്കുക, അതോടൊപ്പം കഴിക്കുന്ന ചിക്കനോ ഇല്ലെങ്കിൽ ബീഫോ ഇല്ലെങ്കിൽ മുട്ടയോ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കാലറി ഇൻടേക്ക് വർദ്ധിപ്പിക്കുന്നു. സോ ഈ ഒരു കോമ്പിനേഷൻ കഴിക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ, ഞാൻ പറഞ്ഞല്ലോ പൊറോട്ടയിൽ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് ഇല്ല, എനർജിയും കൊഴുപ്പും മാത്രമാണുള്ളത്. സോ ഇത് ഡയറക്റ്റായി നമ്മുടെ ശരീരത്തിൽ വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ കൊളസ്ട്രോൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പൊറോട്ട മലയാളികളുടെ ദേശീയ ഭക്ഷണമായതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികളോട് പൊറോട്ട കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വീകരിക്കാനാകില്ല. ആരോഗ്യപരമായി എങ്ങനെ പൊറോട്ട കഴിക്കാം എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ പൊറോട്ടയിൽ നാരുകൾ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊറോട്ട കഴിക്കുമ്പോൾ അതിൽ നിങ്ങൾ ഫൈബർ അടങ്ങിയ ഭക്ഷണം അതോടൊപ്പം ഉൾപ്പെടുത്തണം. അതായത് വളരെ സിമ്പിളായി പറയാം, നിങ്ങൾ സാലഡുകൾ പൊറോട്ടയോടൊപ്പം കഴിക്കുക. നിങ്ങൾ ഒരു പൊറോട്ട കഴിക്കുകയാണെങ്കിൽ ഒരു പൊറോട്ടയുടെ പകുതി ക്വാണ്ടിറ്റി സാലഡെങ്കിലും അതോടൊപ്പം ഉൾപ്പെടുത്തുക. ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സവാളയെങ്കിലും അരിഞ്ഞ് അതിനോടൊപ്പം കഴിച്ചിരിക്കണം. പ്രവാസികളാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനേകം സാലഡ് ഇലകളുണ്ട്, സാലഡ് വെള്ളരിക്കയുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇതോടൊപ്പം കഴിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ പൊറോട്ട നിങ്ങൾ ഇഷ്ടഭക്ഷണമായി മാറ്റാൻ പാടുള്ളൂ. ആഴ്ചയിൽ ഒരു തവണ, അതിൽ കൂടുതൽ പൊറോട്ട കഴിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം ഇത് ദഹനത്തിന് അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിനുള്ളിൽ ഫൈബർ ഇല്ല. ഫൈബർ ഇല്ലാത്ത ഭക്ഷണം വയറിൽ ചെന്ന് കഴിഞ്ഞാൽ അത് അസിഡിറ്റിയോ മറ്റോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് സാലഡുകളോടൊപ്പം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും. പൊറോട്ട ക്യാൻസർ എന്നൊരു കൺസെപ്റ്റ് തന്നെ മലയാളികളുടെ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ പൊറോട്ട ക്യാൻസർ ഡയറക്റ്റായി ഉണ്ടാക്കുമെന്ന് കാര്യമായി പഠനങ്ങൾ തെളിയിച്ചിട്ടില്ല.
പൊറോട്ട മാത്രമല്ല, പൊറോട്ടയോടൊപ്പം തന്നെ കഴിക്കുന്ന ഭക്ഷണമാണ് പലപ്പോഴും അപകടകാരിയാകുന്നത്. പലപ്പോഴും പൊറോട്ടയോടൊപ്പം മലയാളിക്ക് ഫേവറേറ്റ് ബീഫാണ്, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ. ഇവ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അമിതമായി പൊരിച്ച ഭക്ഷണങ്ങൾ നാം പൊറോട്ടയോടൊപ്പം കഴിക്കുമ്പോൾ അത് പൊറോട്ടയും ഈ ഒരു കോമ്പിനേഷനും നമ്മുടെ വയറിന് ദോഷകരമായി തന്നെയാണ് വർക്ക് ചെയ്യുക. അത് അങ്ങനെ ചെല്ലുന്നത് വയറിനുള്ളിൽ സ്ഥിരമായി ഗ്യാസ്ട്രൈറ്റിസ്, ആസിഡിറ്റി പോലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പൊറോട്ട രുചികരമാകുന്നതിന് 2 സീക്രട്ടാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, പൊറോട്ട നന്നായി കുഴച്ച് ഒരു 2 മുതൽ 2.5 മണിക്കൂർ വരെ മൂടി വയ്ക്കുന്ന ഒരു രീതി. ഇങ്ങനെ ചെയ്യുമ്പോൾ മൈദയിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അടിയുന്നു. ഇതുകൊണ്ടാണ് അതിനുശേഷം നിങ്ങൾ മൈദ കൊണ്ട് പൊറോട്ട ഉണ്ടാക്കുമ്പോഴാണ് അത് നന്നായി വലിഞ്ഞു വരുന്നതും നല്ല പശിമയുള്ളതുമായി മാറുന്നതും. നിങ്ങൾ പൊറോട്ട കഴിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട 2 പ്രധാന കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, നിങ്ങൾ വളരെ വിശ്വസിക്കാവുന്ന ഷോപ്പുകളിൽ നിന്നും മാത്രം പൊറോട്ട വാങ്ങുക. അതായത് നിങ്ങൾക്ക് പൊറോട്ട നിർമ്മാണത്തിൽ ട്രാൻസ് ഫാറ്റ് അഥവാ വനസ്പതി ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പൊറോട്ട കഴിക്കുമ്പോൾ അതോടൊപ്പം സാലഡുകൾ നിർബന്ധമായും ഉൾപ്പെടുത്തിയിരിക്കുക. മൈദ കൊണ്ടുള്ള പൊറോട്ട അപകടകരമാണ് എന്ന രീതിക്ക് ഗോതമ്പ് കൊണ്ടുള്ള പൊറോട്ട ഇപ്പോൾ ഹോട്ടലുകളിൽ ലഭ്യമാണ്. എന്നാൽ അത് അത്ര ഗുണകരമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഗോതമ്പ് കൊണ്ട് പൊറോട്ട ഉണ്ടാക്കുന്നതിന് ഒരുപാട് എണ്ണ ആവശ്യമുണ്ട്. നിങ്ങളുടെ ശരീരത്തിലേക്ക് അനാവശ്യമായ കാലറി കൂടുതൽ എത്താൻ മാത്രമേ ഇപ്പോൾ ഗോതമ്പ് പൊറോട്ട കഴിക്കുന്നത് കൊണ്ട് സംഭവിക്കുകയുള്ളൂ. അതിനാൽ ഗോതമ്പ് പൊറോട്ട കഴിയുന്നത്ര ഒഴിവാക്കുക. പൊറോട്ട കഴിക്കാൻ ആഗ്രഹം തോന്നിയാൽ 1-2 പൊറോട്ട മൈദയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ രീതിക്ക് മാത്രം ഉപയോഗിക്കുക. എല്ലാ മലയാളികളും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് പൊറോട്ടയെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.